ഒന്നും പറയണ്ട. നിങ്ങളുടെ ഈഗോ തീർക്കാൻ വേണ്ടി എന്റെ ലൈഫ് സ്പോയിൽ ചെയ്യാൻ എനിക്ക് പറ്റില്ല. ഞാൻ പറഞ്ഞത് ചെയ്യണം. മുക്തയല്ല, ദേവേന്ദ്രം എന്ന് പറഞ്ഞാലും ഞാൻ അവളെ ഇവിടുന്ന് പറഞ്ഞു വിടില്ല. സാറേ, മാഡം പ്രശ്നം ഉണ്ടാക്കും. അവളെന്റെ കരണത്തിട്ട് പൊട്ടിച്ചതിന്റെ നോവ് ഇപ്പോഴും എന്റെ ചങ്കിനകത്തുണ്ട്. അതിനെ അവളെ അനുഭവിപ്പിക്കാതെ പറ്റിപ്പോയി സാറേ, എനിക്ക് മാപ്പ് തരണമെന്ന് പറഞ്ഞുകൊണ്ട് എന്റെ ഈ കാല് പിടിക്കാതെ അവളെ ഞാൻ ഇവിടുന്ന് പറഞ്ഞയക്കില്ല. ആ ഉടുത്തൊരുങ്ങി ഒരു ലോഡ് മേക്കപ്പ് ഇട്ട് നടക്കണ മുക്ത എന്നെ മൂക്കിൽ വലിച്ചു കയറ്റിയാലും ഞാൻ വിടില്ല ആ പട്ടിക്കാട്ടുകാരിയെ. പോടാ, പോയി എല്ലാവരോടും ഇവിടെ വരാൻ പറയണം ഇപ്പോ. ആ ശരി സാർ. ചെല്ല്. ഇയാൾ എന്തിനായിരിക്കും ഇപ്പൊ എല്ലാവരോടും ഇങ്ങോട്ട് വരാൻ പറഞ്ഞിരിക്കുന്നത്? അതല്ലേ നിങ്ങളിപ്പോ ആലോചിക്കുന്നത്? പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല, ചുമ്മാ ഇടയ്ക്കൊരു കുശലാന്വേഷണം നല്ലതല്ലേ? ആട്ടെ, ഈ കൂട്ടത്തില് കോടീശ്വരന്മാർ എത്ര പേരുണ്ട്? ആരുമില്ല അല്ലേ? ലക്ഷപ്രഭുക്കൾ എത്ര പേരുണ്ട്? പോട്ടെ, ഇവിടുന്ന് കിട്ടുന്ന ശമ്പളം ഇല്ലെങ്കിലും ജീവിക്കാമെന്ന് ഉറപ്പുള്ള എത്ര പേരുണ്ട് ഈ കൂട്ടത്തില്? അതും ആരുമില്ല അല്ലേ? ഇവിടുന്ന് ശമ്പളം കിട്ടിയില്ലെങ്കിൽ കുടുംബം പട്ടിണിയാകും അല്ലേ? അപ്പോ ഇനി ഞാൻ പറയുന്നത് നിങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കണം. നിങ്ങളെ കാണാൻ ഈ കമ്പനിയുടെ മുതലാളി ഇന്ന് ഇവിടെ വരും. സാറ് നിങ്ങളോട് പലതും ചോദിക്കും. ഇവിടുത്തെ ജോലി എങ്ങനെയുണ്ട്, ജോലി ചെയ്യിക്കുന്ന കരുണാകരന് നിങ്ങളോടുള്ള പെരുമാറ്റം എങ്ങനെ, മാന്യമായി പെരുമാറുമോ അതോ വിരട്ടോ, മനുഷ്യത്വത്തോടെ പെരുമാറുമോ, അങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ ചോദിക്കാൻ സാധ്യതയുണ്ട്. അപ്പോ നിങ്ങൾ എന്ത് മറുപടി പറയും? പറ, സാറിനോട് നിങ്ങൾ എന്ത് മറുപടി പറയും? കരുണാകരൻ വിരട്ടും, തല്ലുന്നില്ല എന്നേ ഉള്ളൂ, അടിമയെപ്പോലെ പണിയിടിപ്പിക്കും എന്നൊക്കെ പറയോ? പറഞ്ഞ അതും കേട്ട് എന്നോടൊന്ന് ചൂടായി സാറ് പോകും. പിന്നെ നിങ്ങൾ പണിയെടുക്കേണ്ടത് എന്റെ അണ്ടറിലാ. ആ ദേഷ്യം ഞാനങ്ങ് തീർക്കും. എനിക്കെതിരെ പറഞ്ഞവരെയൊക്കെ ഇവിടുന്ന് പറഞ്ഞു വിട്ട് പുതിയ ആൾക്കാരെ ജോലിക്ക് വെക്കും. അപ്പോ ആലോചിച്ചിട്ട് ഉത്തരം പറയണം. മുതലാളി ചോദിച്ചാ നിങ്ങൾ എനിക്കെതിരെ പറയോ? ഇല്ല. ഹാ, ഉറക്കെ പറ. ഇല്ല. ഞങ്ങളാരും കരുണാകരൻ സാറിനെതിരെ ഒരക്ഷരം പറയില്ല എന്ന് പറ. പറഞ്ഞോ? വെരി ഗുഡ്. ഇനി എല്ലാവരും പോയി അവരവരുടെ ജോലി ചെയ്തോ. പൊയ്ക്കോ. പാർവതി അവിടെ നിൽക്ക്. മാഡം എങ്ങോട്ടാണാവോ? അത് സാർ, ഗോഡൌണില് തുണികൾ കെട്ടിവെക്കാനുണ്ട്, തൂക്കം വേണം. ആ ജോലി തൽക്കാലം അവിടെ നിൽക്കട്ടെ.
താഴെ വണ്ടിയിൽ ലോഡ് കെട്ടുന്നുണ്ട്. നീ പോയി അവരെ സഹായി. ശരി സർ. പിന്നെ ജോലി തീർന്നാലും ഇങ്ങോട്ട് ഓടി വരണ്ട. ഞാൻ പറയുന്നത് വരെ അവിടെ തന്നെ നിൽക്കണം. ഞാൻ പറയുന്നതിന് മുമ്പ് നിന്നെ ഈ ഭാഗത്ത് കണ്ടാൽ പിന്നെ നിനക്ക് ജോലി ഉണ്ടാവില്ല എന്ന് മാത്രമല്ല, ഇത്രയും ദിവസം ജോലി ചെയ്തതിന്റെ ശമ്പളം പോലും കിട്ടില്ല. മനസ്സിലായി നിനക്ക്? എന്നാ പോ.